ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ആരാധനാലയമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം അതിന്റെ ഐതിഹ്യം കൊണ്ടും പ്രശസ്തമായ പാൽപ്പായസം കൊണ്ടും ലോകമെമ്പാടുമുള്ള ഭക്തരുടെ ഇടയിൽ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്നു. AD 15-ാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരി രാജാവായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണ തമ്പുരാനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ചരിത്രം. വാസ്തുവിദ്യാവിസ്മയമായ ഈ ക്ഷേത്രം കേരളീയ ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ്. ശ്രീകൃഷ്ണൻ തന്റെ ബാലരൂപത്തിൽ ഇവിടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് ലോകപ്രശസ്തമായ അമ്പലപ്പുഴ പാൽപ്പായസം. അതീവ രുചികരമായ ഈ പായസത്തിനു പിന്നിൽ രസകരമായൊരു ഐതിഹ്യമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്ന് രാജാവുമായി ചതുരംഗം കളിക്കുകയും പന്തയത്തിൽ ജയിച്ചതിനെ തുടർന്ന് രാജാവ് ഭഗവാന് നൽകിയ കടം വീട്ടാനാണ് ഈ പായസം നിവേദ്യമായി തുടങ്ങിയതെന്നുമാണ് കഥ. ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും ഒരു കഥയുണ്ട്. ആദ്യം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ച വിഗ്രഹത്തിന് ഒരു പോരായ്മ കണ്ടതിനെ തുടർന്ന് കറിഞ്ഞവുളത്തെ ഒരു മഠത്തിൽ നിന്നും ഭഗവാന്റെ മനോഹരമായ മറ്റൊരു വിഗ്രഹം കൊണ്ടുവരികയായിരുന്നു. ഈ വിഗ്രഹം കൊണ്ടുവന്നതിന്റെ സ്മരണയ്ക്കായി ഇന്നും എല്ലാ വർഷവും ചെമ്പകശ്ശേരി ആറാട്ട് ആഘോഷിക്കുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിന് തുഞ്ചത്തെഴുത്തച്ഛനുമായും കുഞ്ചൻ നമ്പ്യാരുമായും അടുത്ത ബന്ധമുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ തന്റെ ആദ്യത്തെ മിഴാവ് കൊട്ടിയത് ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കുഞ്ചൻ നമ്പ്യാരുടെ സ്മരണയ്ക്കായി ഒരു മണ്ഡപം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ദാരുശില്പങ്ങളും ചുവർ ചിത്രങ്ങളും സന്ദർശകരെ ആകർഷിക്കുന്നവയാണ്. ശ്രീകോവിലിനു ചുറ്റുമുള്ള ചുവരുകളിൽ പുരാണകഥകൾ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ വലിയ കുളവും പ്രശാന്തമായ അന്തരീക്ഷവും ഭക്തർക്ക് വലിയൊരു മാനസിക ഉന്മേഷം നൽകുന്നു. മീനമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത്. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവകാലത്ത് നിരവധി കലാപരിപാടികളും ആചാരങ്ങളും അരങ്ങേറാറുണ്ട്. ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് അമ്പലപ്പുഴ വേലകളി. കേരളത്തിലെ തനതായ ഒരു യുദ്ധകലാരൂപമാണിത്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം സംരക്ഷിക്കുന്നതിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഇന്നും ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കൃഷ്ണനും തമ്മിൽ ഗാഢമായ ബന്ധമുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഗുരുവായൂരിലെ നിർമ്മാല്യം കഴിഞ്ഞാൽ ഭഗവാൻ അമ്പലപ്പുഴയിൽ പായസം കുടിക്കാനെത്തുമെന്നാണ് വിശ്വാസം. ഭക്തരുടെ പുറമെ വിദേശ വിനോദസഞ്ചാരികളും ചരിത്ര വിദ്യാർത്ഥികളും ധാരാളമായി ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ പായസത്തിന്റെ നിർമ്മാണ രീതിയും ക്ഷേത്രത്തിന്റെ പഴമയും എന്നും ചർച്ചാവിഷയമാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഭഗവാന്റെ ദർശനപുണ്യം തേടി അമ്പലപ്പുഴയിൽ എത്തുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രം ഒരു വലിയ അടയാളമാണ്. ഭക്തിയും കലയും ചരിത്രവും ഒത്തുചേരുന്ന ഈ പുണ്യഭൂമി ഇന്നും അതിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നു. അമ്പലപ്പുഴയിലെ ഓരോ മണൽത്തരിയിലും കൃഷ്ണകഥകളുടെ ഈരടികൾ ലയിച്ചു ചേർന്നിരിക്കുന്നു. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പിന്നിലെ ചതുരംഗക്കളി വളരെ പ്രശസ്തമാണ്. ഭഗവാൻ കൃഷ്ണൻ ഒരു വൃദ്ധ സന്യാസിയുടെ വേഷത്തിൽ വന്ന് രാജാവുമായി ചതുരംഗം കളിച്ചു. പന്തയത്തിൽ തോറ്റ രാജാവ് ഭഗവാൻ ആവശ്യപ്പെട്ട പ്രകാരം ചതുരംഗത്തിന് ഓരോ കള്ളിയിലും ഇരട്ടിയായി വർദ്ധിക്കുന്ന നെല്ല് നൽകാൻ ബാധ്യസ്ഥനായി. അത് അളന്നു തീർക്കാൻ രാജാവിന് കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഭഗവാൻ തന്റെ വിശ്വരൂപം കാണിച്ചുകൊടുത്തത്. ആ കടം വീട്ടാനാണ് ഇന്നും പായസം നിവേദിക്കുന്നത്. ഈ പായസത്തിന്റെ നിർമ്മാണ രീതിയും സവിശേഷമാണ്. വെള്ളം വറ്റിച്ച് പാൽ കുറുക്കിയെടുക്കുന്ന രീതിയാണിവിടെ. ഏകദേശം 12 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പ്രയത്നത്തിനൊടുവിലാണ് പ്രസിദ്ധമായ അമ്പലപ്പുഴ പായസം തയ്യാറാകുന്നത്. ഇതിന്റെ രുചി ലോകത്ത് മറ്റൊരിടത്തും ലഭിക്കാത്തതാണെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം പാർത്ഥസാരഥിയുടെ രൂപത്തിലുള്ളതാണ്. വലത് കൈയിൽ ചാട്ടയും ഇടത് കൈയിൽ ശംഖും ധരിച്ച ഭഗവാന്റെ രൂപം അതിമനോഹരമാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന് ഗീതോപദേശം നൽകുന്ന ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിന്റെ തനത് കലാരൂപമായ തുള്ളൽ പിറവിയെടുത്തത് ഈ മണ്ണിലാണ്. മിഴാവ് കൊട്ടി കുഞ്ചൻ നമ്പ്യാർ തന്റെ ആക്ഷേപഹാസ്യ കലാരൂപം അവതരിപ്പിച്ചത് അമ്പലപ്പുഴ ക്ഷേത്രമുറ്റത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ നമ്പ്യാർക്ക് ലഭിച്ച ഒരു ശിക്ഷയിൽ നിന്നാണ് തുള്ളൽ എന്ന വിപ്ലവകരമായ കലാരൂപമുണ്ടായതെന്ന് ചരിത്രം പറയുന്നു.